പീഡാനുഭവത്തിന്റെ വഴിയിലൂടെ ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക്. ഈ ഈസ്റ്റർ ആഴ്ച ഏവർക്കും അനുഗ്രഹീതമാകട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. ഓശാന തിരുനാള് നമ്മളെല്ലാവരും ഭംഗിയായി കൊണ്ടാടി. ഓരോ ഓശാന ദിനവും നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസവും വിനയവുമുള്ള ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്നതാണ്. നമ്മുടെ ഹൃദയങ്ങളിലും വീടുകളിലും ദൈവസാന്നിധ്യം നിറയട്ടെ. നമ്മൾ വഴി മറ്റുള്ളവർ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 119, 105. അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവത്തിന്റെ വചനം ഒരു വെളിച്ചം പോലെ എല്ലായ്പ്പോഴും ഒരേ സമയം വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് അത് നമ്മുടെ ഓരോ ചുവടിനും ആവശ്യമായ പ്രകാശം നൽകുന്നു. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഇസ്രായേൽ ജനത്തെ നയിച്ച അഗ്നിത്തോട് പോലെ ദൈവം ഇന്നും തന്റെ വചനത്തിലൂടെ നമ്മെ നയിക്കുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അത് നമ്മെ ശരിയായ ദിശയിൽ നയിക്കുകയും തെറ്റായ വഴികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതൊരു ദീപം പോലെ അടുത്ത ചുവടിനെയും ഒരു പ്രകാശം പോലെ ദീർഘമായ യാത്രയെയും പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119 തന്നെ ദൈവവചനത്തിന്റെ മഹത്വത്തിനെ കുറിച്ചുള്ള ധ്യാനമാണ്. വചനം കേൾക്കുന്നതിൽ മാത്രമല്ല, അത് ജീവിക്കുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനം. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവവചനം വായിക്കുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതപാത കൂടുതൽ വ്യക്തമായി മാറ്റുന്നു. ദൈവം നമുക്ക് എല്ലാ വഴിയും ഒരേ സമയം കാണിക്കണമെന്നില്ല, പക്ഷെ അവൻ നമ്മെ ഒരിക്കലും ഇരുട്ടിൽ തള്ളുകയുമില്ല. ആമേൻ.